നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ പൊതു സ്വഭാവങ്ങളും ഇവർ എന്തൊക്കെയാണ് 2025 ചെയ്യേണ്ടത്, എന്തൊക്കെ ഗുണഫലങ്ങളാണ് ഇവർക്കുണ്ടാകുന്നത് എന്നൊന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യം പൊതു സ്വഭാവത്തിലേക്ക്. 2 നക്ഷത്രങ്ങൾ അടങ്ങുന്ന ഒരു കൂട്ടമാണ് ഉത്രട്ടാതി. അഹിർബുദ്ധിയാണ് ഇവരുടെ ദേവത. ഈ നക്ഷത്രക്കാർ പൊതുവെ സൗമ്യശീലരും സത്യസന്ധരുമായിരിക്കും. ജനിച്ച സ്ഥലം വിട്ട് താമസിക്കേണ്ടി വരുന്ന ഈ നക്ഷത്രക്കാർ വിദേശികളുമായി ബന്ധപ്പെട്ട ഏർപ്പാടുകളിൽ വിജയിക്കുന്നത് സ്വാഭാവികമാണ്. സ്ത്രീകൾ ഗ്രഹഭരണത്തിൽ നിപുണകളും അതിഥി സൽക്കാരപ്രിയകളും ആയിരിക്കും. ഭർത്താവിനോടും ഗുരുജനങ്ങളോടും ക്ഷമാപൂർവം സന്തോഷത്തോടെ പെരുമാറുന്നത് ഇവരുടെ പ്രത്യേകതയാണ്. ഒരിക്കലും അഹങ്കാരം പ്രദർശിപ്പിക്കാത്ത ഇവർ എല്ലാ കാര്യങ്ങളും നിഷ്കർഷയോടെ നിറവേറ്റും. സ്വന്തം പ്രയത്നത്താൽ വളർന്നു വരുന്ന ഒരാളായിരിക്കും ഇവർ. കഷ്ടപ്പെടുവാനും ബുദ്ധിമുട്ടുവാനും മടിയുണ്ടാവുകയില്ല. മറ്റുള്ളവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കുന്നതിനും ഇവർക്ക് കഴിയും. ആ വിഷമങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യുവാനും ഇവർ മടിക്കുകയില്ല. വലിപ്പച്ചെറുപ്പം കൂടാതെ ആരോടും സഹകരിക്കാൻ മടിക്കുകയില്ല. ആരെയും ചതിക്കണമെന്നോ വഞ്ചിക്കണമെന്നോ ആഗ്രഹിക്കുകയില്ല. അങ്ങനെയുള്ളവരുമായി ഇവർക്ക് യാതൊരു ബന്ധവും ഉണ്ടായിരിക്കില്ല. ലഹരി പദാർത്ഥങ്ങളിൽ താല്പര്യമുണ്ടായാൽ ആ ശീലം മാറ്റുക അത്ര എളുപ്പമായിരിക്കില്ല. വിദ്യാഭ്യാസം എന്തു തന്നെയായാലും അറിവും ലോകവിവരവും ഉണ്ടാകും. പല കാര്യങ്ങളിലും പെട്ടെന്ന് തീരുമാനമെടുക്കുന്ന സ്വഭാവമാണ് ഇവർക്കുള്ളത്. സ്ഥിരമായിട്ടല്ലെങ്കിലും പെട്ടെന്ന് കോപവും പിണക്കവും വരുന്ന സ്വഭാവമാണ്. സ്നേഹിച്ചാൽ എന്തും ചെയ്യുമെങ്കിലും പിണങ്ങിയാൽ നേരെ വിപരീതമായിരിക്കും. സഞ്ചാരശീലരായിരിക്കും. അന്യദേശത്ത് ഇവർ വിജയിക്കും. ആരോഗ്യപരമായി തൃപ്തികരമായും ഇവർ നല്ല നിലയിലെത്തും. ആരോഗ്യസ്ഥിതി എപ്പോഴും തൃപ്തികരമായ രീതിയിലായിരിക്കും. ശരീരഘടനയും അനുഗ്രഹീതമായിരിക്കും. അലസത കൂടാതെ ഏർപ്പെടുന്ന ജോലി പൂർത്തിയാക്കുവാൻ ശ്രമിക്കും. സ്വാതന്ത്ര്യശീലവും അഭിമാനബോധവും ജന്മസിദ്ധമായിരിക്കും. സുഖ സൗകര്യങ്ങളിൽ താല്പര്യമുണ്ടാകും. ബന്ധുക്കളിൽ നിന്നും പലവിധ ഗുണാനുഭവങ്ങളും ഉണ്ടാകും. എന്നാൽ കുടുംബാംഗങ്ങളുമായി അത്ര സ്വരച്ചേർച്ചയിലായിരിക്കുകയില്ല. പൊതുജനസമ്മതി നേടും. ആത്മീയ കാര്യങ്ങളിൽ പ്രത്യേക താല്പര്യമുണ്ടാകും. ഉന്നതന്മാരുമായി അടുത്ത ബന്ധം പുലർത്താൻ ഇടയാകും. മനസ്സിനിണങ്ങിയതും വിനയവും നയചാതുര്യവുമുള്ള ജീവിത പങ്കാളിയെ ലഭിക്കും. കുടുംബഭരണത്തിൽ ശ്രദ്ധയുണ്ടായിരിക്കും. വിവാഹശേഷമാണ് ഇവർക്ക് പലവിധ നേട്ടങ്ങളും വന്നു ചേരുന്നത്. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് വളരെ മാന്യമായി പെരുമാറുന്നതിനും എപ്പോഴും വിനയശീലമുള്ളവരുമായിരിക്കും. ഔദ്യോഗിക രംഗത്തായാലും കുടുംബഭരണത്തിലായാലും ഇവർ ശോഭിക്കും. മറ്റുള്ളവരോട് സ്നേഹപൂർവം പെരുമാറുകയും വിഷമഘട്ടങ്ങളിൽ സഹായിക്കുകയും ചെയ്യും. ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ ദശാനാഥൻ ശനിയാണ്. ശനീശ്വരനെ ധർമ്മശാസ്താവിനെ പ്രാർത്ഥിക്കുന്നത് മൂലം, ആഞ്ജനേയ സ്വാമിയെയും ധർമ്മശാസ്താവിനെയും പ്രാർത്ഥിക്കുന്നത് മൂലം കൂടുതൽ ഗുണഫലങ്ങൾ ഇവർക്ക് വന്നു ചേരും. രാശിനാഥൻ ഗുരുവാണ്. അപ്പോൾ വ്യാഴാഴ്ചകളിലും ശനിയാഴ്ചകളിലും വ്രതമെടുക്കുന്നതും ഏകാദശി നോക്കുന്നതും, അതുപോലെ തന്നെ ശനിയാഴ്ചകളിൽ കറുപ്പോ നീലയോ വസ്ത്രം ധരിക്കുന്നതും കൂടുതൽ ഗുണഫലങ്ങൾ ഇവർക്ക് ലഭിക്കും. ശനിദശയിലാണ് ജനനം. ശനി, ബുധൻ, കേതു, ശുക്രൻ ഇങ്ങനെ പോകുന്നു ഇവരുടെ ദശാകാലം. 2025 എന്തെല്ലാം ഗുണഫലങ്ങളാണ് ഇവർക്കുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം.
ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിൽ പ്രവേശനം ലഭിക്കുവാൻ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയോ അന്യസംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനത്തെയോ ആശ്രയിക്കേണ്ടതായി വരും. ചെയ്യാത്ത കുറ്റത്തിന് അപരാധം കേൾക്കുവാനും കുടുംബ ബന്ധങ്ങൾക്ക് അതൃപ്തി ഉണ്ടാകുവാനും ഇടയുണ്ട്. അർഹമായ പൂർവിക സ്വത്ത് ലഭിക്കുവാൻ നിയമസഹായം തേടേണ്ടതായി വരും. പരിസരവാസികളുടെ നിരന്തരമുള്ള ഉപദ്രവത്താൽ വീട് മാറി താമസിക്കേണ്ടതായി വന്നേക്കാം. ഉത്തരവാദിത്വമില്ലാത്ത സന്താനങ്ങൾക്ക് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുവാൻ മാനസിക രോഗ വിദഗ്ധന്റെ സഹായം തേടും. വിദഗ്ധ ചികിത്സകളാലും പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളാലും ജൂൺ മാസം മുതൽ ഇവർക്ക് നല്ല നില വന്നു ചേരുന്നതാണ്. നയതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ അപാകത ഉണ്ടാവാതെ സൂക്ഷിക്കണം. അന്വേഷണ വിധേയനായി മാസങ്ങളോളം ഉദ്യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കുവാനുള്ള സാധ്യതകളുണ്ട്. പുതിയ അവസരങ്ങൾക്ക് വഴിയൊരുക്കും. ചിരകാല അഭിലാഷപ്രാപ്തിയായ വിദേശ ഉദ്യോഗം ലഭിക്കുമെങ്കിലും സാമ്പത്തിക നേട്ടം കുറയും. പ്രമുഖരുടെ ആപ്തവചനങ്ങൾ പലപ്പോഴും പ്രതിസന്ധികൾ തരണം ചെയ്യുവാൻ യുക്തമായ തീരുമാനങ്ങൾ എടുക്കുവാനും സഹായകരമാവും. വ്യവസ്ഥകൾ പാലിക്കുവാൻ അശ്രാന്ത പരിശ്രമം എടുക്കും. സുദീർഘമായ ചർച്ചകളാൽ വിദേശ ബന്ധമുള്ള വ്യാപാര വ്യവസായങ്ങൾ തുടങ്ങും. പഠിച്ചു വരുന്ന വിഷയം ഉപേക്ഷിച്ച് മറ്റൊരു പാഠ്യപദ്ധതിയിലേക്ക് ചേരുവാനും യോഗം കാണുന്നു. ഏറ്റെടുക്കുന്ന പ്രവൃത്തികൾ, വാഗ്ദാനങ്ങൾ തുടങ്ങിയവ ജൂണിന് മുമ്പ് പ്രാബല്യത്തിൽ എത്തിക്കും. ഭൗതിക ജീവിതത്തിൽ വാത നാഡീ രോഗങ്ങൾക്ക് ആയുർവേദ ചികിത്സ വേണ്ടിവരും. നിരവധി ആശ്രയങ്ങൾ ചിന്താമണ്ഡലത്തിൽ ഉദിക്കുമെങ്കിലും ഒന്നിലും തൃപ്തി വരില്ല. ഒരു പരിധിയിലധികം പണം മുടക്കിയുള്ള പ്രവൃത്തിയിൽ നിന്നും ഈ വർഷം മാറി നിൽക്കുന്നതാണ് നല്ലത്. ഓഹരി വിപണിയിൽ നിന്നും പിന്മാറുകയാണ് നല്ലത്. സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധയും സൂക്ഷ്മതയും വേണം. മറ്റുള്ളവരുടെ കഴിവിനെ അംഗീകരിക്കുന്നതിൽ ആത്മസംതൃപ്തി തോന്നും. ചിന്താമണ്ഡലത്തിൽ ഒതുങ്ങാത്ത വിഷയങ്ങൾ ഉപേക്ഷിക്കേണ്ടതായും വരും. പക്ഷഭേദമില്ലാതെയുള്ള പ്രവർത്തനങ്ങൾ ഏറെക്കുറെ ലക്ഷ്യപ്രാപ്തിയിലെത്തും. വിഭവ സമാഹരണ യജ്ഞത്തിൽ അന്തിമ നിമിഷത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും. അപര്യാപ്തതകൾ മനസ്സിലാക്കി സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ ശ്രമിക്കും. ജീവിത പങ്കാളി എല്ലാ കാര്യങ്ങളിലും ഒരു സഹായക ആയി നിൽക്കുന്നതാണ്. ധൈര്യക്കുറവിനാൽ പലപ്പോഴും ആവശ്യമുള്ള വസ്തുതകൾ അവതരിപ്പിക്കുവാൻ മടിക്കും. മറ്റുള്ളവരുടെ സഹായത്താൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യുവാൻ സാധിക്കും. സഹോദര സ്നേഹം ഇവരിൽ മുന്നിട്ട് നിൽക്കും. മാതൃഭക്തിയും ഈശ്വരഭക്തിയും ഒരുപോലെ പ്രകടിപ്പിക്കുന്ന ഇവർ ഗുരുഭക്തിയിലൂടെ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഈശ്വരന് സമർപ്പിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നത് മൂലം ഇവർക്ക് എല്ലാ ഗുണഫലങ്ങളും ഉണ്ടാകും. 2025 എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ ജഗദീശ്വരൻ ഇവർക്ക് എല്ലാവിധ മംഗളങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.